أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك إلى آخر الآية. എട്ടാമത്തെ ജുസുവിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ് പറഞ്ഞു വന്നത്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൗമിൽ, തൻ്റെ സമൂഹത്തിൽ ദഅവത്ത് നടത്തി. പക്ഷേ അവരാരും തന്നെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്ത് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒന്നുകിൽ താങ്കൾ നാട് വിടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് വരിക, താങ്കളുടെ ഈ പ്രബോധനം ഇവിടെ അവസാനിപ്പിക്കുകയും നാട് വിടുകയോ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരികയോ ചെയ്യണം എന്ന് പറയുകയുണ്ടായി. ഈ ഭീഷണിയിൽ വഴങ്ങാതെ ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുൽ തവക്കുൽ ചെയ്ത് വളരെ കൃത്യമായ മറുപടി അവർക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുകയാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് തന്നെ ഞങ്ങൾ നിലകൊള്ളും എന്ന് ശക്തമായ മറുപടി അവർക്ക് കൊടുക്കുകയും, അങ്ങനെ അവർ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉപദ്രവിക്കാനും കൂടെ ഈമാൻ സ്വീകരിച്ച ചെറിയൊരു സമൂഹം അവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്കും വന്നു പതിച്ചു. ആദ്യം ഒരു മേഘത്തിൻ്റെ രൂപത്തിൽ വരികയും, അതിനു മുമ്പായിട്ട് അവർക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുകയും, ശേഷം ഒരു മേഘം പ്രത്യക്ഷപ്പെടുകയും ഈ മേഘത്തിൻ്റെ തണലിലേക്ക് എല്ലാവരും ഇറങ്ങി വരികയും, പിന്നെ അതിനുശേഷം ഭൂമികുലുക്കവും ശക്തമായ ശബ്ദവുമൊക്കെ ഉണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ നശിപ്പിച്ചതാണ് ഈ ജുസുവിൻ്റെ ആരംഭഭാഗത്തിൽ പറഞ്ഞു വരുന്നത്. ഈ സംഭവത്തിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഒരു വിഷയം ഉണർത്തുകയാണ്. തൻ്റെ സമുദായത്തിൽ ഉള്ള ജനങ്ങൾ മുഅ്മിനായില്ല എങ്കിലും താങ്കൾ അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. ഇതിനു മുമ്പും ഒരുപാട് സമുദായത്തിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നു. അവരുടെ ദഅവത്തുകളെല്ലാം നടന്നതിന് ശേഷവും അതിലധികം പേരും ഈമാൻ സ്വീകരിച്ചില്ല. അപ്പോൾ അള്ളാഹു ആരുടെ ഹൃദയങ്ങളിലാണോ സീല് വെക്കുന്നത് അവർക്ക് ഹിദായത്ത് കിട്ടില്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാധാനിപ്പിച്ചുകൊണ്ട്, ഈ കൗമ മുഅ്മിനാകുന്നില്ല എന്നതിൻ്റെ പേരിൽ താങ്കൾ ആവലാതിപ്പെടേണ്ടതില്ല എന്ന് പരാമർശിക്കുന്ന രംഗമാണ് പിന്നെയുള്ളത്. ഏകദേശം 6 പ്രവാചകന്മാരെക്കുറിച്ചായിരുന്നു നമ്മൾ ഈ സൂറത്തിൽ പരാമർശിക്കുമെന്ന് പറഞ്ഞു. സൂറത്തുൽ ആറാഫിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന സംഭവം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം ഇതിനു മുമ്പും ഒന്നാമത്തെ ജുസുവിലൊക്കെ ചെറിയ രീതിയിൽ അവിടെയെല്ലാം ആ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. നമുക്കറിയാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പര ബഹുമാനപ്പെട്ട യൂസുഫ് നബി മകനാണ്. ഈ യൂസുഫ് നബിയുടെ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. യാക്കൂബ് നബിയുടെ പരമ്പരയാണ്. അതുകൊണ്ടാണ് മൂസാ നബിയും ബനു ഇസ്രായേലിൽ പെട്ട. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്രിലെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ മിനിസ്റ്ററായിരുന്നു. ആ സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മക്കളെ എല്ലാവരെയും മിസ്രിലേക്ക് താമസം മാറ്റിപ്പിക്കും. അവരെല്ലാം ലാസ്റ്റ് മിസ്രിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിലുണ്ടായ സാഹചര്യം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്രിൽ എത്തപ്പെട്ട സാഹചര്യമെല്ലാം സൂറത്തുൽ യൂസുഫിൽ വളരെ വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ മിസ്രിൽ വന്നു. അങ്ങനെ അവരുടെ പരമ്പര മിസ്രിലാണ്. പിന്നെ കുറേ കാലഘട്ടം മിസ്രിൽ തന്നെ തുടർന്നു പോയി. അങ്ങനെ തുടർന്നു. ആ സമയത്ത് മിസ്രിലെ രാജാക്കന്മാരുടെ പേരാണ് ഫിറഔൻ എന്നത്. മിസ്രിലെ ഏത് രാജാവ് വന്നാലും ആ രാജാവിന് ഫിറഔൻ എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹബിഷയിലെ ഏത് രാജാവാണെങ്കിലും ആ രാജാവിനെല്ലാം നജാഷി എന്ന് പറയുന്നത് പോലെ മിസ്രിലെ രാജാവിൻ്റെ സ്ഥാനപ്പേരാണ് ഫിറഔൻ. എന്തായാലും അവിടുത്തെ ഫിറഔനുകൾ കാലക്രമേണ ഈ പറഞ്ഞ സമുദായത്തിനോട് വർഗീയത കാണിക്കുകയും ഇവരെ ഉപദ്രവിക്കുകയും, ബനു ഇസ്രായേലിനെ ഉപദ്രവിക്കും. കാരണം ഇവർ ഈ നാട്ടുകാരല്ല,
അതുപോലെ തന്നെ ഇവർ വിശ്വാസികളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവരെ ഒരുപാട് ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരുപാട് കഷ്ടതകളും യാതനകളും ഒക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ സമുദായം സഹിച്ചു. ബനു ഇസ്രായേൽ, മറ്റവർക്ക് കിബിത്തികളെന്നാണ് പറയുന്നത്. അപ്പോൾ കിബിത്തികളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായി. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബനു ഇസ്രായേലിലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുന്നത്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേക ഒരു സാഹചര്യത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. അത് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സംഭവം നമ്മൾ കഴിഞ്ഞ ജുസുയിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അവിടെ പോയതും അതിനുശേഷം അദ്ദേഹം തിരിച്ച് മിസ്റിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ മിസ്റിൽ വന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം പരിശുദ്ധമായ ദഅവത്താണ്, തൗഹീദിലേക്ക് അള്ളാഹുവിനെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അപ്പം അള്ളാഹു നുബുവത്ത് വരുന്ന വഴിയിൽ നുബുവത്ത് കൊടുക്കുകയും അതനുസരിച്ച് ഫിറഔനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനും, ഫിറഔൻ വഴിപിഴച്ചിരിക്കുന്നു, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ദഅവത്ത് ചെയ്യുകയും ചെയ്യും. മുൻകഴിഞ്ഞ ഫറവന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ വഴിവേടിൻ്റെ അങ്ങേയറ്റം എത്തിയത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫിറഔനായിരുന്നു. കാരണം അദ്ദേഹം അയാൾ റബ്ബ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്, ഞാനാണ് റബ്ബ് എന്ന്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൽ വന്നിട്ട് ഫിറഔനോട് ചെന്നിട്ട് ദഅവത്ത് നടത്തുന്ന രംഗമാണ്. അപ്പോൾ ആ ദഅവത്തിൽ ഇദ്ദേഹം പരിഹസിക്കുകയും തെളിവെന്താണ്, മോജിസത്ത് എന്താണെന്ന് ചോദിക്കും. അപ്പോഴാണ് വടി താഴെ ഇടുമ്പോൾ അത് പാമ്പാകുകയും അതുപോലെ തന്നെ കൈ പുറത്തെടുക്കുമ്പോൾ ഭയങ്കര പ്രകാശമുള്ളതായിത്തീരുകയും ചെയ്യുന്ന 2 മോജിസത്ത് കാണിച്ചു. ഈ പാമ്പാകുന്ന സമയത്ത് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും, ഫിറഔൻ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എടുത്തു ചാടി ഓടിപ്പോയി എന്നാണ്. അങ്ങനെ ഓടിപ്പോയിട്ട് പിന്നെ എന്ത് ചെയ്തു, താൻ ഈ രംഗം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മൂസായോടൊപ്പം പോകുമെന്ന് ഭയപ്പെട്ട് തിരിച്ചു വന്ന് ഇതെന്തോ മാരണമാണ്, ഇതിന് നമുക്ക് എന്തായാലും ഇത് പരാജയപ്പെടുത്തണം, ഇദ്ദേഹം എന്തോ മാരണവുമായിട്ട് വന്നതാണ് എന്ന് പറയുകയും അതുകൊണ്ട് നാട്ടിലെ ഏറ്റവും വലിയ മാരണക്കാരെ എല്ലാം ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന രംഗമാണ് ആ സമയത്തുണ്ടായത്. ശേഷം ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂടുകയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ഈ മാരണക്കാരെല്ലാം വരികയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ അവരവരുടെ മാരണങ്ങൾ കാണിക്കുകയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടിയെടുത്ത് അത് പാമ്പാകുകയും ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഗത്ഭരായ ഈ മാരണക്കാർക്ക് കാര്യം മനസ്സിലാകും, ഇത് മോജിസത്താണ്, ഇത് മാരണമല്ല എന്ന്. അപ്പോൾ അവർ നിയന്ത്രണം വിട്ട് സുജൂദിൽ വീണു എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിന് പ്രയോഗിച്ച പ്രയോഗം. വ ഉൽഖിയ സഹറത്തു എന്നാണ് മുഫസ്സിരിങ്ങൾ പറയുന്നത്. നിയന്ത്രണം വിട്ട് അവർ സുജൂദിലേക്ക് വീണു. കാരണം അവർക്ക് ബോധ്യപ്പെട്ടു, ഇത് അള്ളാഹുവിൻ്റെ മോജിസത്താണ്, ഇദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അങ്ങനെ ഞങ്ങൾ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും പിന്നെ ഫിറഔൻ ഈ പറയപ്പെട്ട മാരണക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവമാണ് പിന്നെയുള്ളത്. അപ്പോൾ പിന്നെ അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തെ തന്നോടൊപ്പം വിട്ടയക്കാൻ വേണ്ടി പറയുന്ന രംഗം. അതായത് അവരെയും കൊണ്ട് അദ്ദേഹം തിരിച്ച് ഷാമിൽ ഫലസ്തീനിലേക്ക് മടങ്ങാൻ വേണ്ടി തൻ്റെ സമുദായത്തെ തന്നോടൊപ്പം വിട്ടയക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഇവരെ ഉപദ്രവിക്കുകയും അടിമകളായി വെക്കുകയും ചെയ്തതുകൊണ്ട് അവരതിനും തയ്യാറാകില്ല. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തെ മുഴുവനും കൂട്ടിക്കൊണ്ട് ആ മിസ്ർ വിട്ടു പോകുകയാണ്. മിസ്ർ വിട്ടു പോകുന്ന സമയത്താണ് അവിടെ സമുദ്രം അദ്ദേഹം പോകുന്ന സമയത്ത് ബഹ്റുൽ അഹ്മർ വഴി പോകുമ്പോൾ ആ സമുദ്രം പിളർന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അതൊരു വഴിയാകുകയും അതുവഴി പോകുകയും ഫിറഔനെല്ലാം വന്ന് ആ സമുദ്രത്തിൽ മുങ്ങിച്ചാകുകയും ചെയ്യുന്ന രംഗമുണ്ടായത്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം വിശാലമായ സംഭവമാണ്. പിന്നെ അവർ ഈ യാത്ര തുടരുകയാണ് അവരുടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാനുള്ള. അങ്ങനെ പോകാനുള്ള യാത്ര തുടങ്ങുമ്പോൾ ഈ സമയത്ത് തന്നെ ഈ ബനു ഇസ്രായേൽ ഇവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിലുണ്ടാകും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ഒരുപാട് വീഴ്ചകൾ വരുത്തും.
അങ്ങനെ യഥാർത്ഥത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമി ഇവരുമായിട്ട് എവിടെ എത്തൂല, ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്നില്ല. അത് ശേഷം വന്ന പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, മൂസ അലൈഹി സ്വലാമിനെ ഈ സമുദായത്തെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നത്. അതുവരെ ഇവർക്ക് അവിടെ എത്താൻ പോലും കഴിയില്ല. ആ രീതിയിൽ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് പരീക്ഷണങ്ങളും ഉണ്ടാകും. ഇവർ പുറപ്പെടുന്നതിന് മുമ്പ്, ബനു ഇസ്രായേലുമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഫിറഔന് ദഅവത്ത് ചെയ്യുകയും മിസ്രിലെ ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഇവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വന്നതും ആ പരീക്ഷണങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ കാരണം നീക്കം ചെയ്യപ്പെട്ടതും. അപ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഞങ്ങളത് നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു കൊള്ളാം, അള്ളാഹുൽ വിശ്വസിച്ചു കൊള്ളാം, നിന്നെ പ്രവാചകനായി അംഗീകരിച്ചു കൊള്ളാം എന്ന് പറയുന്ന സംഭവം പിന്നെ നമുക്ക് പിന്നെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, അവരുടെ കൃഷികൾ നശിപ്പിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല വെട്ടുകിളികളെ വിട്ട് കൃഷികളെ നശിക്കുന്നു, അവരുടെ ധാന്യങ്ങൾ നശിപ്പിക്കുന്നു, തവളകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിടുന്നു, അതുപോലെ തന്നെ അവർ കുടിക്കുന്ന വെള്ളത്തിൽ രക്തം. ഈ രീതിയിൽ പല ഘട്ടങ്ങളിൽ പല പല പരീക്ഷണങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഈ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ ഓരോ പരീക്ഷണം ഉണ്ടാകുമ്പോഴും ഇവർ വന്നിട്ട് മാപ്പ് പറഞ്ഞ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് ദുആ ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്താലും ഈ സമുദായം ഇസ്ലാമിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കടന്നു വരുന്നില്ല. ആ രീതിയിൽ അവർ അങ്ങേയറ്റത്തെ വഴികേടിലാണ്. അള്ളാഹുവിൻ്റെ ഹൃദയങ്ങൾ സീല് വെച്ച അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാം തൻ്റെ സമുദായവുമായിട്ട് പുറപ്പെട്ടു പോകുന്നത്, ഷാമിലേക്ക് അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര പറഞ്ഞാലും അനുസരിക്കില്ല, എത്ര വാക്കുകൾ പറഞ്ഞാൽ പോലും അത് പൂർത്തിയാക്കില്ല. ആ ഒരവസ്ഥയാണ് ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിനുണ്ടായത് പോലും. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തുവിൻ്റെ സമുദായത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സമുദായത്തിന്, മൂസ അലൈഹി സ്വലാം കൊണ്ടുവരുന്ന ഈ സമുദായത്തിന് നിയമങ്ങൾ വേണം, നിയമത്തിൻ്റെ ഒരു ചട്ടക്കൂട് എന്തായാലും അത്യാവശ്യമാണ്. അങ്ങനെ അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തൂർ എന്ന പർവ്വതത്തിലേക്ക് വിളിക്കുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അവിടെ ചെന്നൊരു 30 ദിവസത്തെ നോമ്പെടുക്കുന്നു. പിന്നെ അത് ചില ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10 ദിവസം അധികരിച്ച് 40 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് നിയമപുസ്തകമായി തൗറാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അങ്ങനെ തൗറാത്തിൻ്റെ ഏടുകളുമായിട്ട് തിരിച്ച് ബനു ഇസ്രായേലിലേക്ക്, ഈ സമുദായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവരാണെങ്കിൽ പശുക്കുട്ടിയെ ആരാധിച്ച് ഷിർക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ശക്തമായി ദേഷ്യപ്പെടുകയും പിന്നെ അവരെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുകയും തൗബയ്ക്ക് വേണ്ടി അള്ളാഹു നിയമങ്ങൾ ഇറക്കുകയും കുറ്റക്കാരല്ലാത്തവരെ ശിക്ഷിക്കാനും അങ്ങനെയുള്ള കഠിനമായ നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുക്കൽ കൊണ്ടുവരികയൊക്കെ ചെയ്യും. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഇവരുടെ ഈ പറയപ്പെട്ട അള്ളാഹുവിനെ ധിക്കരിക്കുക, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ധിക്കരിക്കുക. തൗറാത്തിനെ ആണെങ്കിൽ പോലും തൗറാത്ത് ഞങ്ങൾ അള്ളാഹുവിൽ നിന്നാണെന്ന് ഞങ്ങൾക്ക് എന്തുറപ്പാണുള്ളത്. അങ്ങനെ പിന്നെ 70 പേരെ വിളിച്ചുകൊണ്ട് വീണ്ടും പോകുന്നു. ആ 70 പേരെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ശബ്ദം അവർ കേട്ടിട്ടുണ്ടാകാം, പക്ഷെ ഞങ്ങൾ നേരിട്ട് കാണാതെ വിശ്വസിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ശക്തമായ മിന്നൽ വരുന്നു, ഇവർക്കെല്ലാം ബോധം പോകുന്നു. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ബോധം തിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ വിശാലമായ സംഭവങ്ങളാണുള്ളത്. ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം. അള്ളാഹുവിൻ്റെ സംസാരം കേട്ടുവെങ്കിലും കാണാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഒരു പർവ്വതത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ പർവ്വതം അതിൻ്റെ സ്ഥലത്ത് ഉറയ്ക്കുകയാണെങ്കിൽ നിനക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹുവിൻ്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക് വന്നപ്പോൾ തന്നെ ആ പർവ്വതം പൊടിഞ്ഞു പോകുകയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി നിലം പതിക്കുകയൊക്കെ ചെയ്ത സംഭവം, അതെല്ലാം ഈ പറയപ്പെട്ട ജുസുവിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിനകത്ത് ഈ സംഭവത്തിൽ ബലാം ബിൻ ബഊറ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ സംഭവവും ഈ ഖുർആനിലെ ഈ ജുസിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വലിയ പണ്ഡിതനായിരുന്നു, അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലം അറിയാവുന്ന ആളായിരുന്നു. അതുകൊണ്ട് അത് വെച്ച് ദുആ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ദുആ സ്വീകരിക്കും. അപ്പോൾ അത്രയും വലിയ പണ്ഡിതനും മഹാനുമായൊരു വ്യക്തി, പക്ഷേ ദുനിയാവിൻ്റെ നശ്വരമായ ഈ ദുനിയാവിൻ്റെ ആർത്തി കാരണം അതിൻ്റെ ലാഭത്തിൻ്റെ പേരിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ദുആ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുകയും അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തരം താഴ്ത്തിക്കളയുന്ന ഒരു സംഭവമാണ് അതിനുശേഷം ബലാം ബിൻ ബഊറയുമായി ബന്ധപ്പെട്ട ആയത്തുകളുള്ളത്. പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും ഉയർന്ന സ്വഭാവം ഉൾക്കൊള്ളാനും ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും ജനങ്ങൾക്ക് മാന്യമായി ജനങ്ങളോട് പെരുമാറാനുമുള്ള
ഉപദേശങ്ങളുടെ ആയത്തുകളാണ് അതിനുശേഷം വന്നിരിക്കുന്നത്. അതുപോലെ ഈ സൂറത്തിൻ്റെ തുടക്കം പരിശുദ്ധ ഖുർആൻ്റെ അളുമത്തും അതിൻ്റെ മഹത്വവും പറഞ്ഞതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തും അള്ളാഹ് ഖുർആൻ്റെ മഹത്വവും ഖുർആൻ്റെ അളുമത്തും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള ദഅവത്ത് നടക്കുകയാണ്. അതുപോലെ തന്നെ ഖുർആനിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കാനും ഗുണപാഠം ഉൾക്കൊള്ളാനും എല്ലാം പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത സൂറത്താണ് സൂറത്തുൽ അൻഫാൽ എന്ന് തുടങ്ങും. സൂറത്തുൽ അൻഫാൽ മദീനയിൽ ഇറങ്ങിയ, അതായത് നബി തങ്ങളുടെ മദീന ജീവിതത്തിൽ ഇറങ്ങിയ സൂറത്താണ്. മദീന ജീവിതത്തിൽ ഇറങ്ങിയ സൂറത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഹിജ്റ ചെയ്തതിന് ശേഷം ഇറങ്ങിയ എല്ലാ സൂറത്തുകളും നബി തങ്ങളുടെ മദീന ജീവിതത്തിൽ ഇറങ്ങിയ സൂറത്ത് എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നബി തങ്ങൾ മക്കയിൽ പോയാലും മക്കയിൽ ഇറങ്ങിയാലും ആ സൂറത്തും മദനിയായിരിക്കും. കാരണം ഇത് മദീന ജീവിതത്തിൽ ഇറങ്ങിയതായതുകൊണ്ട്. അപ്പോൾ മദീന ജീവിതത്തിൽ, അതായത് ഹിജ്റയുടെ തുടക്ക സമയത്ത്, പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ സൂറത്തിൽ കൂടുതലായിട്ട് പരാമർശിക്കുന്നത്. ഇതിൻ്റെ പരാമർശ വിഷയം തന്നെ ബദർ യുദ്ധമായതുകൊണ്ട് ബദർ യുദ്ധത്തിലെ കാര്യങ്ങളും അതിലെ ബന്ധപ്പെട്ട ഗനീമത്ത് സ്വത്തിൻ്റെ വീതം വെക്കലുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഈ സൂറത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അൻഫാൽ നഫ്ല് എന്ന് പറയുന്നതിൻ്റെ ബഹുവചനമാണ് അൻഫാൽ. ഗനീമത്ത് എന്നൊക്കെ പറയാം. അതിന് പല പദങ്ങളുണ്ട് അറബിയിൽ, ഫൈ, നഫ്ല്, ഗനീമത്ത് എന്നൊക്കെ. എന്തായാലും സമരാർജിത സ്വത്തുക്കൾക്കൊക്കെ ആണ് ഈ പറയുന്ന പ്രയോഗം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഗനീമത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഈ സൂറത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ അൻഫാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൂറത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ വിഷയം തന്നെ ബദറാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ 13 വർഷക്കാലം ദഅവത്ത് നടത്തുകയും അവിടെ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്ന വിധി എന്ന് വെച്ചാൽ വിട്ടുവീഴ്ച ചെയ്യുക, ക്ഷമിക്കുക, എന്നിട്ട് തങ്ങളുടെ പ്രബോധനം തുടരുക എന്നതായിരുന്നു. അങ്ങനെ ചെയ്തു അവസാനം മക്കയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ശത്രുക്കളുടെ ഉപദ്രവം കൂടി വന്നു. അങ്ങനെ ഹിജ്റ 13 നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാഅദല്ലാ വധിക്കാൻ ശത്രുക്കൾ പ്ലാൻ ചെയ്യുന്ന ഒരു സന്ദർഭം വരെ ഉണ്ടായി. അങ്ങനെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് വരുന്നത്. അപ്പോൾ മദീനയിലേക്ക് ചെന്നപ്പോൾ മദീനക്കാർ നബി തങ്ങൾക്ക് അഭയം കൊടുത്തു. മദീനക്കാർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്നേഹം കൊടുത്തു. അവർ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മക്കക്കാരെ സംബന്ധിച്ച് ഇത് ഒട്ടും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കക്കാർ പല രീതിയിൽ എങ്ങനെയെങ്കിലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദീനയിൽ നിന്ന് പുറത്താക്കണം, മദീനയിൽ നിന്നുള്ള അഭയം നബി തങ്ങൾക്ക് കിട്ടിയത് അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൽ പല രീതിയിൽ, അതിലൊന്നാണ് അവർ അബ്ദുല്ലാഹി ബിൻ ഉബയ്യിന് ഒരു കത്തെഴുതുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്നും മതം വിട്ടിട്ട് വന്ന ആൾക്ക് നിങ്ങൾ അഭയം കൊടുത്തു, അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നു. മക്കയിൽ ആ കാലഘട്ടത്തിൽ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വേണ്ടി സാധാരണ ജാഹിലിയ കാലഘട്ടത്തിലും ഇത് ചെയ്യുമായിരുന്നു. ഹജ്ജ് എല്ലാ കാലഘട്ടവും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇസ്ലാം വരുന്നതിന് മുമ്പും നബി തങ്ങൾ വരുന്നതിന് മുമ്പെല്ലാം ഹജ്ജിൻ്റെ അമലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവർ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ മാത്രമായിരുന്നു. അവർ ആ ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് എന്തൊക്കെയോ മാറ്റിമറിച്ചിക്കലുകൾ നടത്തി അവരുടെ ഇഷ്ടപ്രകാരം ഇതൊക്കെ ചെയ്യുമായിരുന്നു. എന്തായാലും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ വന്ന് കഅബത്തുല്ലാഹയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അബൂ ജഹൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആലയുടെ അടുക്കൽ വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നുകിൽ മുഹമ്മദിനെ മദീനയിൽ നിന്ന് വിട്ടണം, മദീനയിൽ നിന്ന് പറഞ്ഞു വിടണം. നിങ്ങൾ മദീനയ്ക്ക് അദ്ദേഹത്തിന് അഭയം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ മക്കയിലേക്ക് വരാൻ സമ്മതിക്കില്ല, മാത്രമല്ല നിങ്ങളെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആ ഭീഷണിക്ക് വഴങ്ങുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മക്കക്കാർ കച്ചവടത്തിന് ഷാമിലേക്ക് പോകുന്നവരാണ്, പോകുന്നത് മദീനയുടെ അടുത്തൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ സംഘത്തെ ഞങ്ങൾ ആക്രമിക്കും, എന്ത് ചെയ്യും? ആക്രമിക്കും. ഞങ്ങൾ യാതൊരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങളും തയ്യാറല്ല എന്ന് പറയും. അപ്പോൾ അബൂ ജഹൽ പറയും, എന്നാൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ഇവർ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. ഇനി ഏത് സമയത്തും അക്രമം ഉണ്ടാകാം. മക്കക്കാർ മദീനയെ അറ്റാക്ക് ചെയ്യും, മദീനക്കാർ മക്കക്കാരെ അറ്റാക്ക് ചെയ്യും. ഇനി നമ്മൾ തമ്മിൽ യാതൊരു സുലഹുമില്ല, യാതൊരു ധാരണയുമില്ല എന്ന രീതിയിൽ അവർ മടങ്ങിപ്പോകും.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മക്കയിൽ നിന്ന് കുറച്ച് പേര് വന്ന് മദീനയിലുണ്ടായിരുന്ന സഹാബാക്കളുടെ അവരുടെ മൃഗങ്ങൾ മേഞ്ഞുകൊണ്ടിരുന്ന മൃഗങ്ങളെല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ മദീനയിൽ സഹാബാക്കൾക്ക് വലിയ നഷ്ടമുണ്ടായി. അവരുടെ മൃഗങ്ങളെല്ലാം മക്കക്കാർ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വിവരം കിട്ടുന്നത്, വലിയൊരു കച്ചവട സംഘം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. വലിയ കച്ചവട സംഘമാണ്. അപ്പോൾ അത്രയും വലിയൊരു കച്ചവട സംഘം അവർ പുറപ്പെടേണ്ട ലക്ഷ്യം തന്നെ എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങൾക്കെതിരെ നമ്മൾ ശക്തിയാർജിച്ച് അവരെ അറ്റാക്ക് ചെയ്യണം. ഈ ലക്ഷ്യത്തോടു കൂടെ സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ വരെ ഈ കച്ചവടത്തിന് വേണ്ടി ഇട്ടു എന്നാണ്. സ്വന്തം ആഭരണങ്ങൾ വരെ. അപ്പം മക്കയിലുണ്ടായിരുന്നവരുടെ എല്ലാ സ്വത്തുക്കളും അവർ ഈ കച്ചവട സംഘത്തിന് ഏൽപ്പിക്കുന്നു. അബൂ സുഫിയാൻ ഏൽപ്പിക്കുന്നു ഷാമിൽ പോയി കച്ചവടം ചെയ്യാൻ. അങ്ങനെ അവർ ഷാമിൽ പുറപ്പെട്ടു, വലിയ ലാഭമുണ്ടാക്കി. അങ്ങനെ അവരെന്ത് ചെയ്യുക, തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ സംഘത്തിൽ ഏകദേശം 1000 ഒട്ടകം ഈ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു, ഈ കച്ചവട സംഘത്തിൽ. കൂടാതെ ഇവരുടെ കയ്യിൽ 5000 ദീനാർ എന്ന് വെച്ചാൽ ഇന്നത്തെ 200 കിലോ സ്വർണം, ചെറിയ സ്വത്തൊന്നുമല്ല, 200 കിലോ സ്വർണം. ഇതുപോലെ തന്നെ 40 ആയുധധാരികളായ ആൾക്കാർ, ഈ സംഘത്തെ പൂർണ്ണമായും എന്ത് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ആയുധധാരികളായ 40 പേര്. ഇത്രയും വലിയ ഒരു സംഘം ആണ് ഷാമിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഇപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയും ഇവരെ നമുക്ക് ആക്രമിക്കണം, തിരിച്ചു പകരം വീട്ടണം. അങ്ങനെ ഇവരെ നമുക്ക് പകരം വീട്ടി കഴിയുന്ന മുസ്ലിമീങ്ങൾക്ക് സമാധാനമായിട്ട് ഇനി മദീനയിൽ ജീവിക്കാം, മക്കക്കാരുടെ ഭാഗത്ത് നിന്ന് ശല്യമുണ്ടാകില്ല. അങ്ങനെ ഏകദേശം മദീനയിൽ നിന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പേരൊന്നും മുന്നിൽ 313 സഹാബാക്കൾ. പെട്ടെന്നുള്ള ആസൂത്രണമായതുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് വെറും 17 ഒട്ടകമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. അതുപോലെ ഒരു 2 കുതിര, ഇത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്നും യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ആയുധങ്ങളും അതിൻ്റെ കവചവും അങ്ങനെ പടയങ്കിയൊന്നും അത്രയൊന്നുമില്ല. 10-40 പേർക്കേ പടയങ്കിയുമുള്ളൂ. ഈ അവസ്ഥയിൽ ഒരു 313 സഹാബാക്കളാണ് ഈ സംഘത്തെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടത്. അങ്ങനെ പുറപ്പെടുന്നു. അബൂ സുഫിയാൻ വിവരം കിട്ടുന്നു. അബൂ സുഫിയാൻ വിവരം കിട്ടുമ്പോൾ അബൂ സുഫിയാൻ റൂട്ട് മാറ്റുന്നു. എന്നിട്ട് കടൽ തീരത്തൂടെ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ വിവരം കിട്ടുന്ന സമയത്ത് അബൂ സുഫിയാൻ മക്കയിലുണ്ടായിരുന്ന അബൂ ജഹലിനെ വിവരം അറിയിക്കും. എത്രയും പെട്ടെന്ന് പട്ടാളത്തെ തയ്യാറാക്കിക്കൊള്ളുക, നമുക്ക് മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യണം, മുഹമ്മദിനും സംഘത്തിനുമെതിരെ അവർ നമ്മളെ പിടിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ പൂർണ്ണമായും സജ്ജരായിരിക്കണം എന്ന് പറയുകയും അങ്ങനെ വലിയ സംഘങ്ങളായിട്ട് അവർ വലിയൊരു സംഘം 10,000 പേരടങ്ങുന്ന വലിയൊരു പട്ടാളം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം മദീനയിൽ നിന്ന് ഒരു 130 കിലോമീറ്ററിനപ്പുറത്താണ് ഈ ബദർ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പം മക്കയിൽ നിന്നാണെങ്കിൽ 350 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവർ പുറപ്പെടുകയും അങ്ങനെ അബൂ സുഫിയാൻ മറ്റു മാർഗത്തിലൂടെ മറ്റു വഴിയിലൂടെ ഓടി രക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ അബൂ ജഹൽ പറയും, വേണ്ട, നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചതാണ്, ഇവരെ നമുക്ക് തകർത്തിട്ട് തന്നെ ബാക്കി കാര്യം, അതുകൊണ്ട് നമുക്ക് എന്തായാലും പുറപ്പെട്ടു പോയതല്ലേ എന്ന് പറഞ്ഞ് നമുക്കിവരെ ആക്രമിച്ചിട്ട് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സംഘം എവിടെ എത്തുന്നു, ബദറിൽ 2 പേരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായം ബദറിലെ സഹാബാക്കൾക്കുണ്ടാകുന്നു. ഈ ചെറിയ സംഘം ആ വലിയ സംഘത്തെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ആ വലിയ സംഘത്തെ പരാജയപ്പെടുത്തുകയും പൂർണ്ണമായിട്ടും അവർ 70ഓളം പേര്, അവരുടെ വലിയ വലിയ നേതാക്കന്മാർ 70ഓളം പേര് കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ 70ഓളം പേര് ബന്ദികളായി പിടിക്കപ്പെടുകയും ബാക്കിയുള്ളവർ യുദ്ധക്കളത്തിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ യുദ്ധത്തിൻ്റെ അവസാന രംഗമായപ്പോൾ സഹാബാക്കൾ 3 ജമാഅത്താകുകയാണ്. ഒരു ജമാഅത്ത് നബി തങ്ങളോടൊപ്പം നിലയുറയ്ക്കുന്നു, മറ്റൊരു ജമാഅത്ത് ഈ ഓടിപ്പോകുന്ന സംഘത്തെ പിന്തുടരുകയാണ്, മറ്റൊരു ജമാഅത്ത് ഇവരിട്ടിട്ട് പോയ ഗനീമത്ത് സ്വത്ത്, ഇവരുടെ ആയുധങ്ങളും അങ്ങനെയുള്ള മറ്റുള്ള ഗനീമത്ത് സ്വത്തുക്കൾ സ്വരൂപിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യുന്നു, ജോലിയിലാകും, അതിൽ വ്യാപൃതരാകുന്നു. അങ്ങനെ ഇരുന്നു. യുദ്ധം തീർന്നു. അപ്പോൾ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം
ചെറിയ രീതിയിലൊരു മാനസികമായ വിഷയം, മാനുഷികമായ ഒരു വിഷയമാണല്ലോ. നമ്മൾ 3 കൂട്ടരും ഒരുപോലെ യുദ്ധം ചെയ്തു, ഒരുപോലെ ത്യാഗം ചെയ്തു. പക്ഷേ ഒരു കൂട്ടർക്ക് മാത്രം ഈ പറയപ്പെട്ട ഗനീമത്ത് സ്വത്തെല്ലാം ഒരുമിച്ച് കൂട്ടി അവർക്ക് മാത്രം കിട്ടി. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഈ ഗനീമത്ത് സ്വത്തെന്ന് പറയുന്നത് ആരാണോ എടുക്കുന്നത് അവർക്കുള്ളതാണ്. അപ്പോൾ എടുത്തത് ഈ ഒരു സംഘം മാത്രമാണല്ലോ. അപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല എന്നൊരു മാനസികമായ ഒരു അസ്വസ്ഥത അവർക്കുണ്ടായി. അപ്പോൾ ആ സമയത്താണ് ഈ പരിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്ത് ഗനീമത്ത് എങ്ങനെയാണ് വീതം വെക്കേണ്ടത്, ഗനീമത്ത് ആർക്കുള്ളതാണ് എന്ന് പറഞ്ഞുള്ള ആയത്ത്. അത് അടുത്ത ജുസുവിലാണ് വഅലമു അന്നമാ ഗനിംതും എന്ന് തുടങ്ങുന്ന ആയത്ത് ഇറങ്ങിയത്. അത് ആ ഗനീമത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അതിൽ ഉള്ളത്. ഈ ജുസുവിൻ്റെ ആകെ സാരം ഈ വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.